ഒരു ദിവസത്തെ പെരുന്നാളിന് വേണ്ടി എത്തിച്ച എന്താ 2 മണിക്കൂർ കൊണ്ട് ഞങ്ങൾ എല്ലാവരും റെഡിയായി പള്ളിയിലേക്ക് ഇറങ്ങാനായിട്ട്. വന്നപ്പോൾ ഉള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ, ഡാഡി പോളും അങ്ങ് സെറ്റായി. ഇനി ഈ ഒരു ബ്ലൂ കളർ സാരി വളയക്കാപ്പിന് തന്ന അടുത്ത സാരിയാണ് കേട്ടോ അനുവിന്റെ വക. ഇതിനൊക്കെ പുറമെ ഹൈലൈറ്റ് എന്താന്ന് വെച്ചാൽ ഇച്ചായൻ നാളെ കാലത്ത് തന്നെ പോവുകയും ചെയ്യും. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞല്ലോ, രാവിലെ തന്നെ ഇച്ചായൻ എത്തി ഇപ്പൊ പള്ളിയിൽ പോകാൻ റെഡി ആവുന്നു. ഇനി നാളെ ഏർലി മോർണിംഗ് തന്നെ ആള് റിട്ടേണും പോകും. അതുകൊണ്ട് പള്ളിയിലെ പെരുന്നാളൊക്കെ കൂടി അടിച്ചു പൊളിക്കാൻ തന്നെയായിരുന്നു ഈ തവണത്തെ പ്ലാൻ. ബിക്കോസ് ടാറുമോളുടെ ആദ്യത്തെ പെരുന്നാളാണ്. പള്ളിയിലെത്തിയപ്പോഴത്തേക്കും കുർബാനയൊക്കെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി, പ്രദക്ഷിണമൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. സോ ഞങ്ങൾ അവിടെ അത് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു കേട്ടോ. ടാറ് പിന്നെ അവളുടേതായ ഒരു വിന്റർ വണ്ടർലാൻഡിലാണ്. കീ ഒക്കെ എടുത്ത് പള്ളിയകത്താണോ എന്നൊന്നും ഒരു നോട്ടമൊന്നുമില്ല. ആശാത്തി നല്ല കളിയും ചിരിയൊക്കെ ആയിട്ട് തന്നെ ഇരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഒരുപാട് ക്രൗഡും കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും എല്ലാം ഇങ്ങനെ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ എന്തൊക്കെ തന്നെയാണെങ്കിലും ഡാഡി ഇത്രയും യാത്രയും ഉറക്കമൊഴിച്ച് വന്നതാണെങ്കിൽ പോലും ചെറുതിന് എൻ്റെ കയ്യിലേക്ക് തന്നിട്ടേ ഇല്ല. ഡാഡിയുടെ ഫുൾ ടൈം ഡാഡിയുടെ കയ്യിൽ തന്നെയായിരുന്നു കേട്ടോ. അത്രയും അവരെ അങ്ങോട്ട് സെറ്റായെന്നുള്ളതാണ്. എന്തായാലും പള്ളിയിൽ പിന്നെ പ്രദക്ഷിണൊക്കെ കയറി ചെണ്ടമേളും പിന്നെ അതുപോലെ കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ആയപ്പോഴത്തേക്കും പിന്നെ പോകാനുള്ള ടൈം ആവാറായിട്ടുണ്ടായിരുന്നു. കാരണം രാവിലെ തന്നെ പോകണമല്ലോ. പിന്നെ നല്ല ക്ഷീണവും ടയേർഡൊക്കെ ആയിരുന്നു ആള്. ആൻഡ് ദെൻ പിന്നെ എനിക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ് ഐസ്ക്രീം. പെരുന്നാൾ ആയതുകൊണ്ട് എസ്പെഷ്യലി പിന്നെ അത് കഴിക്കാതെ അങ്ങനെ 2 ഐസ്ക്രീം അകത്താക്കിയിട്ട് തിരിച്ചതാ വീടെത്തിട്ടോ. ഇനി നല്ല ടയേർഡാണ്. ഇനി ഫുഡ് അടിച്ചിട്ട് വേണം ബാക്കി വിശേഷങ്ങൾ. അതുകൊണ്ട് ഞാനൊന്നും ക്യാപ്ചർ ചെയ്യാൻ നിന്നില്ല. നേരം വെളുത്തതായി എഴുന്നേറ്റ് പോകുന്നതാണ് ഈ കാണുന്ന സിനാരിയോ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ദിവസമൊക്കെ കണക്കാക്കി വരുന്നത് സന്തോഷമുള്ള കാര്യമാണെങ്കിലും പെട്ടെന്ന് പോകുമ്പോൾ അതിൻ്റെ നല്ല വിഷമം ഉണ്ടായിരുന്നു കേട്ടോ. എസ്പെഷ്യലി ടാരൂരെയാണ് ആൾക്ക് നന്നായിട്ട് ഇത്തവണ മിസ്സായത്. ആളൊരിക്കലും വിചാരിച്ചില്ല ആൾ ഇത്ര വേഗം ടാരുമോൾ ഇങ്ങനെ അറ്റാച്ച്ഡ് ആവും എന്നുള്ളത്. അപ്പം അതിൻ്റെ നല്ല സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് ലൈഫ് മസ്റ്റ് ഗോ ഓൺ. എന്തായാലും ഒരുപാട് പേര് ചോദിച്ചൊരു കാര്യമാണ് ഷിപ്പിൽ നിന്ന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്നത്. ഇപ്പം ട്രെയിനിങ്ങിലാണ് കേട്ടോ. അപ്പോൾ വീക്കെൻഡ്സിൽ ഇടയ്ക്ക് വന്നിട്ടൊക്കെ പോവാം. എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.